അങ്കിളിനെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്താ പേടിയുണ്ടോ? ഇല്ല. ആ അങ്കിൾ ആരും പിടിച്ച് മിഴുങ്ങൊന്നുമില്ല. എന്നാ ചെല്ലേ വിക്കോ. ഓ മൈ ഗോഡ്, എല്ലാവരും വേഗം റെഡിയാക. പാർക്കിൽ നിന്ന് കമ്പി വേല് പൊളിച്ച് വെളുപ്പിനെ ജുറാസിക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഒരു സ്റ്റിൽസ് എടുക്കണം. ഓക്കെ, 1 minute. താങ്ക് യു. അയ്യോ കുറച്ചേരായി. ഇല്ല, ഞാൻ പോവാ. ആ ഞാൻ ഇവരും കൂടെ ഇവിടെ ശരിയാകില്ല. അതിന് തനിക്ക് അവനോട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ അവനവിടെ എന്നാലെന്താ? അവിടെ അതെ. പിന്നെ ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി. നല്ലൊരു ദിവസമായിട്ട് താൻ വാ. പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടാവുള്ളതിന് വാ. കയ്യന്നിട്ട് കയ്യാൻ തൊട്ടെ. ആ വാ. ഞാൻ വരാം. പക്ഷെ കൊത്തും കോളും വെച്ച് ഒരുമാതിരി കണസാകുണസ വർത്താനം പറഞ്ഞോണ്ടല്ലോ. അവൻ ഒന്നും പറയില്ലെന്ന്. സുരേന്ദ്ര, നീ ഇവിടെ നാവനക്ക് പോരുത്. താവനെ കണ്ടെങ്ങനെയാ ചാപ്പാട് കഴിക്കുന്നത്? ശരിയാകല. ഒരു ശരിയാകയില്ല. താൻ വാടൂ. വാ. നിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. വരണമെങ്കിൽ വരട്ടെ. അല്ലെങ്കിൽ തന്നെ ഏത് വിശേഷത്തിനാ അവര് വന്നിട്ടുള്ളേ? അവർ വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താ അച്ഛൻ എന്ത് സന്തോഷമായനെ. നിനക്കറിയാലോ, സമ്മാനം കൊടുക്കുക വാങ്ങാന്നൊക്കെ പറയണത് അച്ഛനൊരു മഹാകാര്യമാണ്. Many many happy returns of the day. Thank you. Look here, one still please. മക്കള് പ്രസന്റേഷൻ കൊടുക്കുമ്പോ എന്താണോ ഫോട്ടോ എടുക്കണേ? ചില അച്ഛന്മാരെ കാണിക്കാൻ. ആനോട് ഇരിക്കെ. പാറൂട്ടി അതിങ്ങെടുക്ക. ഇതെന്ത്? വിവാഹ വാർഷികമായിട്ട് അച്ഛൻ നിനക്കൊന്നും തരില്ല എന്ന് കരുതിയോ? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ വേണ്ട. പാറൂട്ടി ആ വാച്ച് അങ്ങോട്ട് കൊടുക്ക്. മക്കൾ അച്ഛന് ജന്മദിന സമ്മാനം കൊടുക്കുക, അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അല്ലടോ തമ്പി? അതൊക്കെ അച്ഛനും മക്കളും തമ്മിൽ സ്നേഹമുള്ള വീടുകളിൽ. സുരേന്ദ്ര, നീ മിണ്ടരുത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാണ്ടിരിക്കുക? അമ്മേ, ഊണ് വിളമ്പിക്കോ. അതങ്ങ് മുഖത്തോട്ട് വെച്ചാലെന്താ? അല്ല, സ്ഥിരമായിട്ട് വെക്കണം. അത് ശരി. ഉണ്ണാനിരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആ, രാഷ്ട്രീയം മാത്രം പറയരുത്. ഇല്ലേ? അമ്മ എനിക്ക് ഇനി മതി ഫോട്ടോ എടുത്തത്. നീ ഇരിക്കേ. ഞാൻ അടുത്ത പന്തിയിൽ ഇരുന്നുള്ള അച്ഛനുണ്ട്. ഗ്രൂപ്പ് ഒഴുക്ക് ഉണ്ടാവും. എടോ തമ്പി, ഈ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരിപ്പോരിങ്ങനെ തുടർന്നാൽ അടുത്ത ഇലക്ഷന്റെ സമയമാവുമ്പോൾ ജനങ്ങൾ അവരോടെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ. ഓഹോ, വിശന്ന് കുടല് കരിയുന്നു. ആന്റി, ജുറാസിക്കിന്റെ ഇല മാറ്റി വേറെ ഇല ഇട്. ചോറ് വിളമ്പ. നിന്റെ അഭിപ്രായം എന്താ? അതിനെ ഊണ് കഴിച്ചു തുടങ്ങിയില്ലല്ലോ. ഊണിനെ കുറിച്ചല്ല, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഭൂരിപക്ഷം ഞാൻ ഹോട്ടലിൽ നിന്ന് ഭൂരിപക്ഷിച്ചുള്ള എന്നെ വെറുതെ വിട്. ഇലക്ഷൻ കമ്മീഷണർ ഹരീഷ. അയ്യോ അമ്മ, എനിക്ക് മതി. ഈ രാജ്യത്ത് പട്ടാള ഭരണം വരണമെന്ന എന്റെ അഭിപ്രായം. പട്ടാള ഭരണം? പട്ടാള ഭരണം വന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. അമ്മേ, മേന്നെ വെള്ളം എടുക്ക. വായിക്കൊള്ളു. ഇറക്കരുത്, ഇറക്കരുതെന്ന്. ഇനി രാഷ്ട്രീയം പറയുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എല്ലാരും വേഗം കഴിച്ചേ. തമ്പി വന്നില്ലേ സുരേന്ദ്ര? അങ്കിളോ? കമ്പനിയിൽ നിന്ന് വന്ന് കുപ്പായോ മാറി പുറത്തേക്ക് പോയി. അപ്പൊ ബാറിലേക്കായിരിക്കും. പിന്നെല്ലാം എവിടെ പോരാ? അമ്പലത്തിൽ പോയി കുളിച്ചു വിടാനോ. നല്ല ഗോളായി. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു ഇത്തിരി കിസ പറയാൻ. അപ്പോഴേക്കും അയാള് പോയി.
ഈയിടെയായി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതലാ. വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വയ്യങ്കളെ ഈ വാഷി. ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെടാ? ആശയില്ലാഞ്ഞിട്ടല്ല, കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങോട്ടുണ്ടെന്നാ തമ്പി അങ്ങ് വിഴുങ്ങൂ. വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു. ഒരു ജോലി കിട്ടുന്നവരെ മകനെന്ന നിലയ്ക്ക് തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻഡ് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു. ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ കട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവായിട്ട് കഴിക്കാനായിരിക്കും എന്റെ വിധി. അങ്ങളെ അങ്ങനൊന്നും ഇല്ലടാ. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാ ഒക്കെ ശരിയാവും. ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും. പേരക്കുട്ടികൾ മുഖത്ത് നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തി താഴ്ത്താത്ത്? ഇതങ്ങനെ പത്തി ആഴ്ച നേനൊന്നും അങ്കിള് വേറെ വല്ല കാര്യം പറ. പെണ്ണും പടക്കോഴി, ഇത് വിധിയാണ് വിധി. നീ ധൈര്യമായിട്ടിരിക്കും. നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം. വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്കൊരു എൻഗേജ്മെന്റും ആവും. അങ്ങനാണെങ്കിൽ അങ്കിൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്കായി കിടപ്പുണ്ട്. എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ. എടാ കള്ളാ, എങ്കിൽ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? നമുക്ക് നടത്തിക്കളയാം. നടത്തി തരാം. അച്ഛന്റെ മൂത്ത് നോക്കി ആര് പറയും? ഞാൻ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ നടത്തി തരും. എന്റെ അങ്കിളെ, നിന്റെ കക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? അയ്യോ, പേര് ഞാൻ പറഞ്ഞില്ലേ. സ്വയം പ്രഭ. ഇനി സാക്ഷികൾ ഒപ്പിട. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പൊ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. 3 വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട് രാജേന്ദ്രൻ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ. അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ. നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. ഞങ്ങൾ ഇപ്പൊ അകത്തോട്ട് കയറുന്നില്ല. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊതിയൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ. ശരി. സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പോകാം. വാ. സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. വെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും. അച്ഛാ, എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, പേടിക്കല്ലേ. മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ആരെ അനുഗ്രഹിക്കാറുമില്ല. പിന്നെ എന്നെ അച്ചായിച്ചൊന്നും വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണേ ചെയ്യാം. എന്നാ നമുക്ക് ചാവാം. അല്ല, അകത്തേക്ക് പോവാം. അവിടെ നിന്ന് എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ വല്ല പോലീസുകാരും തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ എന്നെ ആരും വിളിക്കണ്ട. അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം പ്രഭയെന്ന് വിളിക്കേ വേണ്ട. മോളേന്നോ മരുമോളേന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ചമ്മി.
കാപ്പി. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. ഉം ഹും. ഉം. One minute. എന്തിനാ ഇത്? ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാ കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. ഇതാ. അയ്യോ സാർ, ദയവേദി വീടൊരു ഹോട്ടലാക്കരുത്. ആരോരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തിൽ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം വേലി കാപ്പി ചായ കൊണ്ടുവന്നാ മതി. വൺ മിനിറ്റ്. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി. അല്ലെന്ന് പിന്നെ കൊരങ്ങച്ചൻ. എന്നിട്ട് പറ. എന്നിട്ട് മതി, വാ വാ വാ. ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശേരിയും കൂടെ കടന്നോളാം. ആ കുശാലായി. എന്നിട്ട് വേണം മുത്തശ്ശന്റെയും മുത്തശ്ശേരിയും പള്ളക്കിട്ട് ചവിട്ടാൻ. ഞാൻ ചവിട്ടില്ല. ചവിട്ടില്ല. അവൻ ഇവിടെ കിടന്നോട്ടെ ശ്യാമളെ. വേണ്ടമ്മേ, ഉറക്കില്ല രണ്ടാളെയും. ഞാൻ ഉറക്കും. അല്ലേ മുത്തശ്ശ? പിന്നെ ഉണ്ണി, പറഞ്ഞാലനുസരിക്കണം. മോൻചെല്ല്, നല്ല കുട്ടിയല്ലേ. ശരി. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ്. അതൊക്കെ ഉമ്മ. ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. അപ്പൊ ബാക്കി കഥ നാളെ കേട്ടോ മുത്തശ്ശ. ഓ ഉത്തരവേ. എന്ത് നുണക്കഥയായിരുന്നു. മുത്തശ്ശനും കൊച്ചുമോനും കൂടി. കൊരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ. ഓ, കാടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എന്റെ പൂപ്പ നാട്ടിലെന്തിന് ചാടി നടപ്പൂ നീ. കുടിക്കേ. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മുടങ്ങ് തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. പകുതി എനിക്കാണെന്നൊന്നും അറിഞ്ഞോളേ. അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ടാ. സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാൾ കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വയം കുടിക്കാലോ. മേനോ, നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? ഇന്ന് മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാ. ആണോ? സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. താൻ പാതി, ദൈവം പാതി. അങ്ങനെ തന്നെ. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം. സ്വയം. സുരേട്ടാ, അയ്യോ, ആരായി പാതിരാക്ക്? മാലാഖമാരും ദേവതമാരും. അയ്യോ, അതല്ല ചോദിച്ചത്. പുറത്ത് കോളിപ്പല്ലടിക്കുന്ന കേട്ടില്ലേ? അയ്യോ, അതിവിടുത്തെ 3ാമത്തെ വേന്ദ്രനാ. ആരാ? രാജേന്ദ്രനോ? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും.
സ്വയം വായിലോർന്ന് കൊടുക്ക. ആ. ആ പിന്നെ അച്ഛന് കൊടുത്ത പോലെ നല്ല 2 ഡോസ് അവനും കൊടുത്തേക്ക. Done. ഉം. ഉം. സ്വയംപ്രഭ കേട്ടത്തിയമ്മ. ആ കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുമായിരുന്നു ഇത് കോടതിയൊന്നുമല്ലല്ലോ. എന്ന് കരുതി തോന്നും പോന്ന് കയറാന്നു. പിന്നെ ഈ ഏട്ടത്യം വേണമെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ വേണ്ടായേ. പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത്. പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോന്ന് ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയേട്ടാ. അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്. ചെല്ലേ. രാധികേ, നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഞാനൊരു തിരക്കിലായിരുന്നു. ഞാൻ പോട്ടേടി. അയ്യോ നിൽക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചതിയോ? ആ ഓൾറെഡി വീട്ടിലൊരു ജുരാസിക് ഉള്ളവർ അറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെ. 10 മണി കഴിഞ്ഞ വീട്ടിൽ കയറ്റില്ല അത്രേ. വാണിങ്ങി എന്നിരിക്കേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണമെങ്കിലേ ഇങ്ങനെ ഒരാളില്ല, അത് പറ്റില്ല. പക്ഷെ എന്റെ തനി സ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തമ്മയാണെന്ന് ഞാൻ നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധികയുടെ അച്ഛൻ ആരാ പാവം അല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ? എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജ് താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞല്ലോ. എപ്പോ? എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്നോ? ആ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതോദയം? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ ഇപ്പൊ പൊട്ടാമസിട്ട് കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. വാ വാ. എന്താ അവിടെ തന്നെ കളഞ്ഞേ? കേറി വാ. പേടിക്കണ്ട, ഇരിക്കെ. അവര് വന്ന് എന്തെങ്കിലും പറയും. അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. ഇരിക്കെ. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ. എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞോണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ചേടാ, ഞങ്ങളുടെ മുറി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പനിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകയെന്നറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം നടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാണ്. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്. ഐ വിൽ മൈൻഡ്. യു വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. രാധ ഇരിക്കെ. ഇരിയടോ. മോളെ, തമ്പി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെ അധിക നേരം കൂടിരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു.
എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ ഒന്നുമില്ല, എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ.